ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3 ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി ഐഡിയാസ് ആണ്. ജസ്റ്റ് എങ്ങനെ എടുക്കുന്നതെന്നുള്ളതും അത് എങ്ങനെ എഡിറ്റ് ചെയ്യുന്ന കളർ ഗ്രേഡിങ് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ലൈറ്റ് റൂമിന്റെ പ്രീസെറ്റ് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ എഡിറ്റിങ്ങിലോട്ട് പോകാം. ജസ്റ്റ് കയ്യിൽ ഏതെങ്കിലും ഉള്ള ഒരു ഫോൺ എടുക്കുക, കയ്യിൽ വെച്ചുള്ള ഒരു പിക്ക് എടുക്കുക, ഫോൺ മാറ്റിയിട്ട് ഉള്ള ഒരു പിക്ക് എടുക്കുക, കൈ ഫോക്കസ് ചെയ്തിട്ട് വേണം ഫോട്ടോ എടുക്കാൻ. ഓക്കെ, ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നേരെ എഡിറ്റിങ്ങിലോട്ട് പോകാം. നേരെ സ്നാപ്സീഡ് ഓപ്പൺ ആക്കുക, പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫോണുള്ള ഇമേജ് ആഡ് ചെയ്യുക. ഓക്കെ, വേണ്ട പോർഷൻ നമുക്ക് 4:3 അഡ്ജസ്റ്റ് ചെയ്ത് ക്രോപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ടിക്ക് കൊടുക്കുക. അടുത്ത വീണ്ടും എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്യുക, പ്ലസ് ഐക്കൺ ആഡ് ചെയ്ത് നമ്മൾ ഫോണില്ലാതെ എടുത്ത് പിക്ക് അതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്തിട്ട് ആ ഫോണിൻ്റെ സൈസിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഒപ്പാസിറ്റി ഫുള്ളാക്കി വെക്കുക. എന്നിട്ട് വ്യൂ എഡിറ്റ്സ് എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് എഡിറ്റ് ചെയ്തത് അത് എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഡബിൾ എക്സ്പോഷറിൻ്റെ വാല്യൂ ഫുള്ളാക്കി വെച്ചുകൊണ്ട് തന്നെ വേണ്ടിയ പോർഷൻ റബ്ബ് ചെയ്തെടുക്കുക. ഓക്കെ, എഡ്ജസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക, ടൈം എടുത്ത് ചെയ്യുക. ഞാനിവിടെ പെട്ടെന്ന് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്തി ആയി പോകും. ഓക്കെ, ക്യാമറയുടെ ഭാഗം ഞാൻ ജസ്റ്റ് ആ ഇമേജ് തന്നെ വരുത്തുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് പിക്സാർട്ടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു കോൾ ഔട്ട് കൊടുത്താൽ മതി. ഓക്കെ, എഡ്ജസ് എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് എന്നിട്ട് ടിക്ക് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നേരെ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ഈ ടൂൺ ഇമേജ് കൊടുക്കുക. ജസ്റ്റ് വാല്യൂസ്, ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റ് ഒക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അക്കോർഡിംഗ് ടു യുവർ പിക്ചർ. എന്നിട്ട് നേരെ സേവ് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഇമേജ് വേണം. എങ്ങനെ ഇരിക്കണം? ഓക്കെ, ഇനി രണ്ടാമത്തെ എഡിറ്റിലേക്ക് പോകാം. സെക്കൻഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പിക്ക് എടുക്കുക, കൈ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു പിക്ക് എടുക്കുക. ഓക്കെ, ടൂൾസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് ഈ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഇമേജസ് ഒന്ന് ചെറുതായിട്ട് ട്യൂൺ ചെയ്യുക. ഓക്കെ, ഇനി സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ പെപ്സി ചൂസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സെർച്ച് ചെയ്തതിന് ശേഷം അതിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ, നിങ്ങൾക്ക് എസ്തറ്റിക്കായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ആഡ് ചെയ്യുക. ജസ്റ്റ് പ്ലേസ് ചെയ്യുക. കയ്യിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് എറിയുന്നതായിട്ടുള്ളൊരു പിക്കാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ സ്റ്റിക്കർ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ആംഗിളിലേക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, മുകളിൽ ടിക്ക് കൊടുക്കുക. എന്നിട്ട് ഔട്ട് സൈഡ് വരുമ്പോഴത്തേക്ക് എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ബ്ലർ ഓപ്ഷൻ എടുക്കുക, റേഡിയൽ ബ്ലർ ചൂസ് ചെയ്യുക. ബ്ലറിൻ്റെ വാല്യൂ ഒരു 10 അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, എറൈസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ക്യാൻ കാണുന്ന ഒരു പോർഷൻ മാത്രം ഒന്ന് ജസ്റ്റ് എറൈസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ടിക്ക് കൊടുക്കുക. നേരെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ഇനി നമുക്ക് ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ പിക്ക് കാണാം. എങ്ങനെ ഇരിക്കണം? ഓക്കെ, ഇനി തേർഡ് എഡിറ്റിങ്ങിലോട്ട് പോകാം. ഞാനിത് വിത്തൗട്ട് ലെൻസ് ഗൂഗിൾ ക്യാമിൽ എടുത്തതാണ്. ഇതിൻ്റെ BTS എടുക്കാൻ പറ്റിയില്ല, അന്നപ്പോഴത്തേക്ക് മഴ വന്നുകൊണ്ട് എടുത്തില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു ഇമേജ് എടുക്കുക. ഇമേജ് എടുത്തതിന് ശേഷം പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന സ്റ്റിക്കർ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നല്ല എസ്തറ്റിക്കായിട്ട് തോന്നുന്ന ഒരു ബട്ടർഫ്ലൈ ചൂസ് ചെയ്യുക. ഓക്കെ, ചൂസ് ചെയ്തതിന് ശേഷം ആ ഡ്രോപ്ലെറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുവെക്കുക. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആ ഡ്രോപ്ലെറ്റ് വരുന്നതിനാണ് നമ്മളിപ്പം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിൽ ചൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് കുറച്ച് ലോ ആക്കി വെക്കുക. എന്നിട്ട് ഇതിനകത്ത് തന്നെ ഫസ്റ്റ് ഓപ്ഷനായ ഒപ്പാസിറ്റി കുറച്ച് വെക്കുക. ഓക്കെ, ആ ടോപ്പിലിരിക്കുന്ന ബട്ടർഫ്ലൈയുടെ കളർ
ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് നേരെ സേവ് കൊടുക്കുക. ഇനി നമുക്ക് ലൈറ്റ് റൂമിൽ എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് വരുന്ന പിക്ക് ഒന്ന് കാണാം. എങ്ങനെ ഇരിക്കണം? ഓക്കെ, ഇനി എല്ലാ ഇമേജിൻ്റെയും ഇനിഷ്യൽ ആൻഡ് ഫൈനൽ ഇമേജസ് നമുക്ക് കാണാം. ഇനി നേരെ പിക്സ് ഓഫ് ദ വീക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോഗ്രാഫി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ നല്ല പോസ്റ്റുകളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ Ente Gallery എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് ടാഗ് ചെയ്യുക. See you in next video.